അഞ്ചാമത്തെ സുവിശേഷം അകലെ ഗോൽഗോഥ എന്ന നോവൽ വായിച്ചു തീർന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഈ നോവലിന് കൊടുത്ത പേര് ഇതാണ്. ഒറ്റുകാരൻ്റെ സുവിശേഷം വായിക്കാൻ പോകുന്നവരോട് ഒരു വാക്ക്: എന്തിനേയും ഏതിനേയും ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നവർ മാത്രമാണ് നിങ്ങളെങ്കിൽ അവൻ്റെ ജീവിതം നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കഴിയുമോ എന്ന് ഞാൻ ഭയക്കുന്നു. ഇത് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ്. ചോദ്യം ചെയ്യേണ്ടതിനെ ചോദ്യം ചെയ്യുന്ന, എതിർക്കേണ്ടതിനെ എതിർക്കുന്ന യൂദായുടെ സുവിശേഷം. യഹൂദ പ്രമാണിമാരിൽ ചൊരിയപ്പെട്ട വിശേഷണങ്ങൾ എന്തുകൊണ്ടോ ഇന്നത്തെ സഭയിലെ പുരോഹിതന്മാർക്കാണ് കൂടുതൽ ചേർച്ച എന്ന് തോന്നിപ്പോയി ചില ഘട്ടങ്ങളിലെങ്കിലും. മനുഷ്യപുത്രനിൽ നിന്നും ദൈവപുത്രനിലേക്കുള്ള വളർച്ച, യേശു മനുഷ്യനാണ് എന്ന് വിളിച്ചു പറഞ്ഞ ഗ്രന്ഥകാരൻ കഥാന്ത്യത്തോടടുക്കുമ്പോൾ യേശു മനുഷ്യപുത്രനുമാണ് ദൈവപുത്രനുമാണ് എന്ന് ശക്തിയോടെ വിളിച്ചു പറയുന്നു. വിശുദ്ധ ഗ്രന്ഥ വായനയിൽ ദൈവവചനം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വചനം ഇരുതല മൂർച്ചയുള്ള ഒരു വാൾ ആണെന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. വേണ്ട പോലെ കൈകാര്യം ചെയ്തില്ല എങ്കിൽ ഇത്രയും വിഷമയമായ ഒരു ഗ്രന്ഥം ബൈബിളല്ലാതെ ലോകത്തിൽ മറ്റൊന്നില്ല. എങ്ങനെയാണ് ബൈബിളിലെ വചനം, കർത്താവിൻ്റെ വാക്കുകൾ, അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ബൃഹത് വിഷയത്തിലേക്ക് ശക്തിയായ ഒരു വെളിച്ചം പകരുവാൻ ഗ്രന്ഥകാരന് കഴിഞ്ഞിട്ടുണ്ട്. പോരായ്മയായി തോന്നിയത് 9-ാം അധ്യായത്തിൽ ശീമോനുമായുള്ള യൂദായുടെ സംഭാഷണം മാത്രമാണ്. എന്തുകൊണ്ടോ യൂദായുടെ ശീമോനോടുള്ള സംഭാഷണം എനിക്ക് ദഹിക്കുവാൻ സാധിച്ചില്ല. ഗ്രന്ഥകാരനിൽ നിന്ന് ഇനിയും തീ പോലെയുള്ള കൃതികൾ വരണമേ എന്ന് ഞാൻ ആശംസിക്കുന്നു എന്ന് സെബി.